നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്ന പോർക്കും മണിപ്പുട്ടുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കേണ്ട ഒരു മസ്റ്റ് ഐറ്റം ഡിഷ്, വെറൈറ്റി ഡിഷാണ്. ഇതിന് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ. ഇതിന് വേണ്ടതായിട്ട് കൊച്ചുള്ളി, സവാള, അതേപോലെ തക്കാളി, പച്ചമുളക്, ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ടിയുള്ള മസാലപ്പൊടികൾ ഇതൊക്കെയാണ്: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക്. ഇതെല്ലാം കൂടെ നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പോർക്കിലോട്ട് തട്ടി കൊടുക്കുക. നല്ല രീതിയിൽ അങ്ങോട്ട് തട്ടി, അതേപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് സവാളയും കുറച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേരവി നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, അതേപോലെ വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിക്കാം. നമ്മളിവിടെ 1.5 കിലോയ്ക്ക് മുകളിലോട്ട് ഉള്ളി ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും സവാളയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റി നല്ലപോലെ എടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ച് നല്ല രീതിയിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തായിട്ട് ഇതിൽ ചേർക്കാനുള്ളത് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ കുക്കർ ഇട്ടതിൻ്റെ കുറച്ച് ബാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തോട്ട് തട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഇതിൽ തട്ടിയിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി നമ്മുടെ കുക്കർ ഒരു 5 വിസിലൊക്കെ കേട്ട് തളർന്ന് ക്ഷീണിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് സ്റ്റോക്ക് വാട്ടർ ഉൾപ്പെടെ നമ്മുടെ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളിയിലോട്ട് നമുക്ക് തട്ടി കൊടുക്കാം. ഇതിലായിട്ട് ഇനി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി നമ്മൾ ബാക്കിയിരിക്കുന്ന കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന പോർക്കും എല്ലാം കൂടെ തട്ടിക്കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ പോർക്ക് കറി റെഡിയാണ്. പോർക്ക് ഏകദേശം വെന്ത് റെഡിയായിട്ട് നല്ല മണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ ട്രിവാൻഡ്രത്തൊക്കെ നമുക്ക് ഈ പോർക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മുടെ ഇതിപ്പം നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിവാനി സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു മാർക്കറ്റുണ്ട്. ഇത് ഈ പോർക്കൊക്കെ വെട്ടുന്ന സ്ഥലങ്ങൾ 1-2 ഷോപ്പുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് പോർക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. വളരെ തിക്ക് ഗ്രേവിയിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെയാണ് ബെസ്റ്റ്. ചോറും പോർക്കിറച്ചിയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഒരു കലം ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. അമ്മാതിരി ടേസ്റ്റാണ്. പോർക്കിറച്ചിയുടെ ഈ പോർക്കിൻ്റെ നെയ്യും ഇതെല്ലാം കൂടെ ഉരുവി ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് നല്ല നല്ല ഗ്രേവിയാണ് അതിൻ്റെ കഴിക്കാനായിട്ട്. അപ്പം അത് കാണുമ്പോൾ തന്നെ ഒരു കൊതി തോന്നും. ആ രീതിയിലാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ട്രൈ നോക്കുക കേട്ടോ. കിട്ടുന്ന പോർക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കാൻ നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയ മസ്റ്റായിട്ട് നിങ്ങൾ ബീഫിന് ഒരു സ്റ്റെപ്പ് അകലെ മാറ്റി നിർത്തും. ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. നമ്മൾ കുറച്ച് ഡിലേ ആയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആശുപത്രി കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോകൾ യഥാസമയം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ ഈ കുറച്ച് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം.
അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.